ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ ലുലു മാളിൽ പോയിട്ടുള്ളൊരു ചെറിയ വ്ലോഗാണ് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടെ ലുലു മാളിൽ പോയിരുന്നു. അപ്പോൾ ഈദിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയതൊരു 3:30 നേരത്തായിരുന്നേ. അപ്പോൾ അവിടെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നപ്പോൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈദിൻ്റെ. എന്ത് രസമാണെന്ന് നോക്കിയേ. കണ്ട എത്ര ഭംഗിയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ 2 ഫോട്ടോ എടുത്ത് മുകളിലൊക്കെ പോയി. മുകളിൽ ചെന്നപ്പോഴും അവിടെ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ലുലു കണക്റ്റിലേക്ക് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലുലു കണക്റ്റിൽ എന്തായാലും പോവുമല്ലോ. ലുലു കണക്റ്റിൽ വല്ല ഓഫറുണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരാപാര ലുലു കണക്റ്റിലേക്ക് കയറി. ലുലു കണക്റ്റിൽ കയറി ഞങ്ങൾ അവിടെ ക്യാമറയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വില ചോദിച്ച് അങ്ങനെ അങ്ങോട്ട് നടന്നു. അതിന് ശേഷം മോൻ വാഷിംഗ് മെഷീൻ്റെ ഒരു സൈഡിലേക്ക് എത്തിട്ടോ. കാരണം അവന് വാഷിംഗ് മെഷീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും വാഷിംഗ് മെഷീൻ ആരെങ്കിലും ഒന്ന് ഓണാക്കിയാൽ മതി, അപ്പോഴേക്കും ആളവിടെ എത്തും. ആൾക്ക് അത് കറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആൾ. അപ്പോൾ ഞങ്ങൾ വാഷിംഗ് മെഷീൻ്റെ സെക്ഷനിൽ കുറച്ച് നേരം അവിടെ നിന്നു, അവനത് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബ്ലാങ്കറ്റ്, അറിയാമല്ലോ അവിടെ ഓഫറിൽ ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ പില്ലോ, അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിലൊരു ബ്ലാങ്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ബെഡ്ഷീറ്റുകളും ഇഷ്ടമായി, എന്നാലും ഈ ഒരു ബ്ലാങ്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞ് എടുത്തോട്ടെ ഈ ഒരു ബ്ലാങ്കറ്റ്. നല്ല ബ്ലാങ്കറ്റായിരുന്നേ. കണ്ട പല കളറിലുള്ള ബ്ലാങ്കറ്റുകളുണ്ട്, നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഈ ഒരു കളറാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് പരതി നോക്കി. അപ്പോൾ എനിക്കതിലൊരു ഡ്രസ്സ് ഇഷ്ടമായിട്ടോ. പിന്നെ ഈ കുട്ടികളുടെ ഡ്രസ്സുകൾ കാണാൻ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഞാനെപ്പോൾ വന്നാലും മോൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് അതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കി. അത് ഞാൻ മോൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി നോക്കി. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇപ്പോഴും നമുക്ക് പെൺപിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ അവർക്കാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഡ്രസ്സ് എടുക്കാനായാലും നമുക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് എടുക്കില്ല എന്നല്ല, എന്നാലും കുറച്ചും കൂടി ഇഷ്ടപ്പെടാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നല്ലോ. ഈ വട്ടം അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ട്രോളിയൊക്കെ എടുത്ത് മോനതിലിരുത്തി ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എപ്പോഴും കുട്ടികളുടെ ഡയപ്പർ അങ്ങനത്തെ സംഭവങ്ങളുടെ ആ സെക്ഷനിലേക്ക് ആദ്യം പോവുക. അവിടെ ചെന്ന് ഒന്ന് പരതി എന്തെങ്കിലുമൊക്കെ വാങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ അവന് മീമി കാണണമെന്ന് പറഞ്ഞിട്ട് മീമീനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പം മീമി പലതരം മീമികളുണ്ടായിരുന്നു, വലുത് തുടങ്ങി ചെറുത് വരെ. അപ്പം മീനൊക്കെ കണ്ട് അപ്പോൾ അവന് ഇത് അങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുകയാണ്. അങ്ങനെ ലുലുവിലേക്ക് മോളായിരുന്ന സമയത്ത് എപ്പോഴും വരുമായിരുന്നു. പക്ഷെ മോനായപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇത്തിരി കുറുമ്പ് കൂടുതലായതുകൊണ്ടും അവനിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക കുറവാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ വരാറില്ല, അധികമൊന്നും അവനെയും കൊണ്ട് അങ്ങനെ വരാറില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണത് കൊണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി എളുപ്പമായി. അപ്പോൾ അങ്ങനത്തെ മാരിനേറ്റിൻ്റെ സെക്ഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതും അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഞങ്ങൾ വാങ്ങിയില്ല, കാരണം വീട്ടിൽ ഓൾറെഡി മീൻ കറി ആയിരുന്നു. പിന്നെ അത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ കണ്ട ക്രാബ്, ഇതൊക്കെ ജീവനോടെ തന്നെയാണ് ഇരിക്കണേ.
ചോക്കോൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊക്കെ ഓഫറിലിട്ടേക്കാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങി. അങ്ങനെ നമ്മളവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സാണ് നമ്മൾ മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കണ്ടപ്പോൾ നമുക്കൊന്ന് വാങ്ങാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ ഒരു ഫ്രൂട്ട് വാങ്ങി കേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഡേറ്റ്സ് മോനിഷ്ടമാട്ടോ, മോൾക്ക് അങ്ങനെ വലിയ അതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫ്രൂട്ട് എടുത്തു. ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൂട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഫ്രൂട്ട് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനത് കഴിച്ചോളാം എന്നാണ് പറയണത്, ഞാൻ കഴിച്ചോളാം എന്ന്. അങ്ങനെ ഈ ഒരു ഫ്രൂട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ സപ്പോട്ട പഴുത്തിട്ടൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ഞെക്കി നോക്കിയിട്ട് പഴുത്തത് കുറച്ചെടുത്തു. അതിൽ ഞെക്കി ആൾക്കാർ പൊട്ടിച്ചതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നടന്നപ്പോഴത്തേ മാംഗോൻ്റെ സെക്ഷൻ, പലതരം മാങ്ങകളുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് മോഡാൻ്റെ ബൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ മോഡാൻ്റെ ബണ്ണൊക്കെ തപ്പുണ്ട് കേട്ടോ. അങ്ങനെ മോഡാൻ്റെ ബണ്ണെടുത്തു. അപ്പം ഞാൻ കുറച്ച് ജ്യൂസും അങ്ങനെ കേക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കേക്ക്, ബ്രൗണി, അങ്ങനെ അതൊക്കെ എടുത്തു. അത് പലതരം കേക്കുകളുണ്ട് കേട്ടോ. അതിൻ്റെ വെറൈറ്റി ഓരോന്ന് കാണിക്കുകയാണ്. ഇതെങ്ങനെയുണ്ട്, അതെങ്ങനെയുണ്ട്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഇതാണ് എടുത്തത്, ബ്രൗണിയാണ് കേട്ടോ എടുത്തത്. അവനത് കണ്ടപ്പോഴേ അവനതൊക്കെ ഇഷ്ടമായി. ഓരോന്ന് കാണിക്കുമ്പോഴും ആൾക്ക് അതൊക്കെ വേണം. ഇത് വാങ്ങാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മുന്നും വാങ്ങിയിട്ടുണ്ട് ഹണി റഷ്യൻ കേക്ക്. അത് നല്ലതാണ്. ഡോണട്ട്സൊക്കെ പലതരം ഉണ്ട് കേട്ടോ, പലതരം. പിന്നെ അവിടെ ഹെൽത്തി ഡയറ്റ് ഉണ്ട്, സ്പെഷ്യലായിട്ടുള്ളത്. അങ്ങനെയൊക്കെ അവിടേക്ക് ഒന്ന് നോക്കി. കണ്ട മോന് ഈ ചോക്ലേറ്റിൻ്റെ ഇപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കൊതി പോലെയൊക്കെ കാണിക്കണം. ഭയങ്കര ആക്ഷനായിരുന്നു കേട്ടോ, കാണേണ്ട ആക്ഷനുകളായിരുന്നു. ഇനി നമ്മളെടുത്തത് നമ്മൾ നെയ്ച്ചോറ് എടുത്തു, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എടുത്തു, റോസ്റ്റഡ് കോളിഫ്ലവർ എടുത്തു, അതുപോലെ തന്നെ തന്തൂരി കോളിഫ്ലവർ എടുത്തു. കാരണം ഞങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ നോയമ്പായതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ചിക്കൻ്റെ സെക്ഷനിലേക്കൊന്നും പോയില്ല. പിന്നെ ബില്ലടയ്ക്കാനായിട്ട് നമ്മൾ നിൽക്കണം കേട്ടോ, വെയിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങാണ്.
പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്ന ഈദ് പ്രമാണിച്ച് അതിൻ്റെ ഒരു സൈഡിൽ അവിടെ ഫുഡ് കൗണ്ടറുകളൊക്കെ ഓപ്പൺ ആയിരുന്നു. പലതരം വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി വ്ളോഗ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.